ജിഷ്ണു ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് അമൃത്സർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് അതീവ ജാഗ്രതയിലാണ്. പാകിസ്ഥാന്റെ വാക്കുകൾക്ക് എത്രത്തോളം വിലയുണ്ട്, അവിടുത്തെ ഭരണാധികാരികൾക്ക്, അവിടുത്തെ സൈനിക മേധാവികളുടെ നിലപാടുകൾക്ക് എത്രത്തോളം ഇച്ഛാശക്തി ഉണ്ട്, അത് ലോകത്തെ ബോധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത്. കാരണം അവർ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. എത്ര കിട്ടിയാലും മതി വരാത്ത തിരിച്ചടിയിൽ പതറിപ്പോയ തകർന്നു പോയ പാകിസ്ഥാൻ ആ ഒരു നാണക്കേട് മറക്കാനുള്ള ഒരു അതിക്രമം, അല്ലെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ അവസാനത്തെ പരാക്രമം, ആ രീതിയിൽ വേണം ഇതിനെ നോക്കിക്കാണാൻ അല്ലേ? അതീവ ജാഗ്രതയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിർത്തികളൊന്നാകെ, സൈന്യമൊന്നാകെ അല്ലേ? നിലവിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ഔട്ട് പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നിലവിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് സാന്നിധ്യം കണ്ടെത്തിയതെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രകോപനത്തിന് സാധ്യതയുണ്ടാകാം എന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ, അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ചെയ്തുകൊണ്ട് പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നത്. നിലവിൽ സൈന്യം നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്നുള്ളത് ഡ്രോണുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. അതായത് അതിർത്തി കടക്കാൻ ശ്രമിച്ചിട്ടുള്ള ഡ്രോണുകൾ, അതും വളരെ കൃത്യമായി ആംഡ് ഡ്രോൺസ് എന്നുള്ളതാണ്. ആയുധങ്ങളുമായുള്ള ഡ്രോണുകളാണ്, ഒന്നുകിൽ സ്ഫോടക വസ്തുക്കളും മറ്റായുധങ്ങളുമായുള്ള ഡ്രോണുകളാണ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രകോപനത്തിന് ശ്രമിക്കുന്നു. KP സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ നാണം കെട്ട് തകർന്നു തരിപ്പണമായ പാകിസ്ഥാൻ അവസാന ഘട്ടമായുള്ള പ്രകോപനത്തിന് ശ്രമിക്കുന്നു, അതല്ലെങ്കിൽ നാണക്കേട് മറയ്ക്കുന്നതിന് പരിഭ്രാന്തിയിലായ സൈന്യം ഇത്തരത്തിൽ അതിർത്തിയിൽ തുടർച്ചയായ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധം ഡ്രോൺ ആക്രമണത്തിനെതിരെ ഭാരതത്തിൽ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആർഎസ്പുര കൂടാതെ ജമ്മു മേഖലയിൽ സാപ്പ, അഗ്നൂർ, ആർഎസ്പുര മേഖലകളിലാണ് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. രജൌരി മേഖലയിൽ ഡ്രോൺ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഈ ഡ്രോണുകളെല്ലാം അന്താരാഷ്ട്ര അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച ആയുധം ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി എന്ന റിപ്പോർട്ടാണ് സൈന്യം നൽകിയിട്ടുള്ളത്. ഒപ്പം അമൃത്സറിലും അസ്വാഭാവികമായ കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് എൻഫോഴ്സ്മെന്റ് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും സൈറൺ മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് വരികയായിരുന്നു വിമാനം വീണ്ടും തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ വഴിതിരിച്ചു വിട്ടു. അമൃത്സറിൽ കനത്ത ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ വ്യോമമാർഗം തുടർച്ചയായി ആക്രമിക്കാൻ ശ്രമിച്ചൊരു മേഖലയാണ് അമൃത്സർ. സുവർണ ക്ഷേത്രം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന അമൃത്സർ നഗരം ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടനം നടത്താനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി പ്രതിരോധിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം എന്നതിനപ്പുറത്തേക്ക് കര, വ്യോമ, സമുദ്രാതിർത്തികളിലെ പ്രതിരോധ സംവിധാനങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ അംഗീകരിച്ചു, അല്ലെങ്കിൽ അത് അറിയിക്കുമ്പോഴും ഭാരതത്തിന്റെ സൈന്യത്തിനും ഭരണ നേതൃത്വത്തിനും വളരെ വ്യക്തമായിരുന്നു ഇതിൽ പ്രകോപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ചതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സരിതയാണ് ജിഷ്ണു, ഈ പാകിസ്ഥാന്റെ നിലപാടുകൾക്ക് എത്രത്തോളം ആയുസ്സുണ്ട്? നിമിഷങ്ങളുടെയും മണിക്കൂറുകളിലെയും ദിവസങ്ങളുടെയും ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെയാണ് അവർ പ്രകോപനം തുടരുന്നത്. ഇത് കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും പാകിസ്ഥാൻ ആവർത്തിക്കുന്ന ആ ഒരു ചതിയുണ്ട്. അവരുടെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല എന്ന് എല്ലാ പ്രാവശ്യവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും സൈനിക മേധാവികളുമാണ് അവിടെയുള്ളത്. ഭീകരർ എന്ത് പറയുന്നു, ഭീകരത എന്ത് പറയുന്നു, അവരുടെ ചൊൽപ്പടിക്ക് വഴങ്ങുന്ന ഭരണകൂടം, രാഷ്ട്രീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഡിജിഎംഒ തലത്തിലുള്ള ചർച്ചയിൽ ധാരണയായിട്ടുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ സൈന്യം ഒരു ഇഞ്ച് പിറകോട്ട് പോയിട്ടില്ല. അവർ ഏത് തരത്തിൽ തന്നെയാണോ ജാഗ്രതയോടെ നേരത്തെ നിലയുറപ്പിച്ചിരുന്നത്, സർവ്വസന്നാഹങ്ങളോടെ, അതേപോലെ അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ വ്യക്തമായ മറുപടി തന്നെയാണ് ഈ പ്രകോപനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതും അല്ലേ? തീർച്ചയായും പ്രതിരോധ നിരയിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോയില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതിരോധ നിര കൂടുതൽ ശക്തമാക്കുകയാണ് ഭാരതം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കരമേഖലയിൽ വ്യോമാതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു അക്രമത്തെയും ഏതൊരു നീക്കത്തെയും തടുക്കാനുള്ള സസൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണവും പ്രതിരോധ സംവിധാനവും ഭാരതം ഒരുക്കിയിട്ടുണ്ട്. കരമേഖലയെ സംബന്ധിച്ച്
പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ നിന്ന് ഷെല്ലാക്രമണം നടത്തുന്നത് വലിയ രീതിയിൽ അതിർത്തി ഗ്രാമങ്ങളെ ബാധിച്ചിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഷെല്ലാക്രമണം നടത്തുമ്പോൾ അതിന്റെ പ്രതിരോധ മാർഗം എന്നുള്ളത് ആ ഷെല്ലാക്രമണത്തിന് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുന്നത് പോലെ ഷെല്ലുകളെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഷെല്ലാക്രമണം കരമേഖലയിൽ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതോടുകൂടി പൂഞ്ച്, രജൌരി, കുപ്വാര, ബാരാമുള്ള തുടങ്ങി അന്താരാഷ്ട്ര അതിർത്തിയിൽ കരമാർഗത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം, അതായത് അത്യാധുനിക മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിലും കരസേന വിന്യസിച്ചതെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. നമുക്ക് നേരിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇനി ഷെൽ വർഷിച്ചുകൊണ്ടൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ അതിർത്തി മേഖലയിൽ ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടി. നേരത്തെ തന്നെ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ 40ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സൈന്യം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ സൈനികർ കൊല്ലപ്പെട്ടാലും പാകിസ്ഥാനിലെ ജനങ്ങൾ കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല എന്നുള്ള നിലപാടിലാണ് നിലവിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു വിഭാഗവും ഒപ്പം പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വിശകലനം ചെയ്യാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാനിലെയും ഭരണ നേതൃത്വം വെടിനിർത്തലിനെ അംഗീകരിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോൾ പാക് സൈന്യത്തിലെ ഒരു വിഭാഗവും ചാരസംഘടനയായിട്ടുള്ള ISIയും ഒപ്പം അതിശക്തമായിട്ടുള്ള പാകിസ്ഥാനിലെ ഭരണ സൈന്യ സംവിധാനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള ഭീകര സംഘടനകളും ഭാരതത്തിന് മേൽ തുടർച്ചയായിട്ടുള്ള ആക്രമണം നടത്തണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തവുമാണ്. അതായത് ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഈ DGMOമാർ നടത്തിയ ചർച്ചകൾക്ക് ധാരണയ്ക്ക് കർശനമായി ഈ വെടിനിർത്തൽ പ്രഖ്യാപനം പിന്തുടരണമെന്നുള്ള ആ ഒരു നിലപാടുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ പാകിസ്ഥാൻ അതിക്രമം നടത്തിയിരിക്കുന്നത്, പ്രകോപനം നടത്തിയിരിക്കുന്നത്. അത് പാകിസ്ഥാന്റെ ഉള്ളിലെ ആഭ്യന്തര വിഷയങ്ങൾ കൂടി ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന തരത്തിലാണ് അല്ലേ? സൈനിക തലത്തിലെ ഉന്നത തലത്തിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ പോലും അത് അംഗീകരിക്കാത്ത, ഭീകരതയെ അനുകൂലിക്കുന്ന, ഭീകരതയ്ക്ക് സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ ഭീകരർ തന്നെയായ സൈനികർ, സേനാ വിഭാഗം, അവരുടെ ഭാഗത്തിനുണ്ടായ പ്രകോപനം എന്നുകൂടി നമുക്കിതിനെ മനസ്സിലാക്കാം അല്ലേ? അതായത് ഭരണ നേതൃത്വം ആരാണ്, അല്ലെങ്കിൽ ഭരണ നേതൃത്വമാണോ സൈന്യമാണോ വലുത് എന്ന ബലാബല പരീക്ഷണം എപ്പോഴും പാകിസ്ഥാനിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ മുൻപ് രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴും സർക്കാരിനെ തള്ളിയിട്ടുകൊണ്ട് സൈന്യം അധികാരം പിടിച്ചെടുക്കുകയും സൈനിക ശക്തി തെളിയിക്കുകയും പാക് സൈനിക മേധാവിമാർ പ്രസിഡന്റും ഒപ്പം അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിനും അപ്പുറത്തേക്ക് അധികാര കേന്ദ്രങ്ങളാവുന്നതും നമുക്ക് മുൻപിലുണ്ടായിരുന്ന വസ്തുതകളാണ്. നിലവിൽ അതിന് സമാനമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പാകിസ്ഥാനിലുള്ളത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഷഹബാസ് ഷെരീഫ് മന്ത്രിസഭയുടെ ഭരണകൂടത്തിനപ്പുറത്തേക്ക് പാക് സൈനിക മേധാവി അസീം മുനീർ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ഒപ്പം ഒരു വിഭാഗം ഭീകര സംഘടനകളും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ഭാരതം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ ഭീകരരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ജെയ്ഷെ മുഹമ്മദിനും ഹിസ്ബുൾ മുജാഹിദീനും കനത്ത തിരിച്ചടിയും നാണക്കേടും ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാക്കി. കാരണം അവരുടെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന പാകിസ്ഥാൻ സൈന്യം കാവൽ നിൽക്കുന്ന പാക് ചാരസംഘടന ISIയുടെ നിരീക്ഷണമുള്ള പരിശീലന കേന്ദ്രങ്ങൾ പോലും അടിച്ചു തകർക്കാൻ ഭാരതത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് ഭാരതത്തിനെതിരെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളത് വളരെ കൃത്യമായി ഭീകരവാദികളുടെ നിലപാടാണ്. അതിന് പാക് ചാരസംഘടനയായിട്ടുള്ള ISI കൂട്ടുനിൽക്കുന്നു. പാക് സൈന്യത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വെടിനിർത്തൽ ധാരണ ഉദ്യോഗസ്ഥ തലത്തിൽ ഭരണതലത്തിൽ അംഗീകരിക്കുമ്പോഴും അതിർത്തി മേഖലയിൽ പാക് സൈനിക തലത്തിൽ ഒപ്പം തന്നെ ഇനി തിരിച്ചടി ഉണ്ടായാൽ, ഇനി ഒരു അടി ഉണ്ടായാൽ, പ്രഹരമുണ്ടായാൽ, അതിക്രമമുണ്ടായാൽ, പ്രകോപനമുണ്ടായാൽ നോക്കി നിൽക്കില്ല, തകർത്തെറിയും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പാകിസ്ഥാന് ഭാരതത്തിന്റെ സൈന്യം നൽകിയതിന്. പ്രതിരോധ മന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് അത് തന്നെയാണ്. ഇപ്പോഴിതാ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ സാധാരണക്കാരായ ജനങ്ങളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ആയുധം ഘടിപ്പിച്ച ഡ്രോണുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ തിരിച്ചടി തന്നെ ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുമല്ലേ? തീർച്ചയായും ജെബി, അത്തരത്തിലുള്ള പ്രതികരണം ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ
ഭാരതത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഭാരതത്തിന്റെ മണ്ണിൽ പ്രവേശിക്കാനോ ലക്ഷ്യം കാണാനോ സ്ഫോടനം നടത്താനോ ഒന്നും തന്നെ പാക് ഡ്രോണുകൾക്ക് സാധിച്ചിട്ടില്ല. അതിർത്തി കടക്കാൻ ശ്രമിച്ച ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ജമ്മു സെക്ടറുകളിൽ സാംബയിലും ഖാറസ്പുരയിലും അഗ്നൂറിലും രജൌരി മേഖലകളിലുമാണ് ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. കരമാർഗത്തിൽ ഇതുവരെ മറ്റ് പ്രകോപനങ്ങളൊന്നും തന്നെ ഷെല്ലാക്രമണമോ വെടിവെപ്പോ ഉൾപ്പെടെ മറ്റ് പ്രതികരണങ്ങളും പ്രകോപനങ്ങളും ഒന്നും തന്നെ ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിനെ എങ്ങനെ നമ്മുടെ സൈന്യം നോക്കിക്കാണുമെന്നും എത്തരത്തിൽ തിരിച്ചടി നൽകും എന്നുള്ളതുമാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഭാരതത്തിലേക്ക് അക്രമം നടത്താനോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ അതിർത്തി കടന്നെത്താനോ പാക് ഡ്രോണുകൾക്ക് സാധിച്ചിട്ടില്ല. അമൃത്സറിൽ ചില അസ്വാഭാവിക നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തുകയും ആ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് വരികയായിരുന്ന വിമാനം തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ മടക്കിവിട്ടിട്ടുള്ളത്. ഒപ്പം മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അന്താരാഷ്ട്ര അതിർത്തികൾക്കുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും വൈദ്യുതി. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് രജൌരി മേഖലയിലാണ്. രജൌരി മേഖലയിൽ ഡ്രോൺ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മുൻ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ വ്യാപകമായി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തുന്ന ശബ്ദമോ അല്ലെങ്കിൽ അപായ സൂചനയുടെ സൈറണോ ഷെല്ലാക്രമണമോ ഒന്നും തന്നെ ഇതുവരെ ഈ സമയം വരെ ഏതായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതികരണം ഭാരതത്തിന്റെ സൈനിക ശക്തി അല്ലെങ്കിൽ ഭാരതത്തിന്റെ സൈന്യം വളരെ കൃത്യമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ഏത് രീതിയിലുള്ള മറുപടി നൽകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് അപ്പം ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ രജൌലിയിലാണ് ജനം ടി വി സംഘമുള്ളത്. ചീഫ് പ്രദീപ് പിള്ളയും ജിഷ്ണുവും ഉണ്ണിയും അടക്കമുള്ള സംഘം അവിടെയാണുള്ളത്. ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വ്യാപകമായ രീതിയിലുള്ള ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ നടന്ന യുദ്ധസമാനമായ ഒരു സാഹചര്യം മുഴങ്ങിയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ വർഷിച്ചു. അത് ഭാരതത്തിന്റെ സേന നിർവീര്യമാക്കി. എന്നാൽ ഇപ്പോൾ പൊതുവെ ഒരു ശാന്തമായ ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പൂഞ്ച്, രജൌരി, കുപ്വാര, ബാരാമുള്ള ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിർത്തി മേഖലയിൽ കര മാർഗത്തിൽ അല്ലെങ്കിൽ കര അതിർത്തി പരിശോധിക്കുമ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സമയം വരെ പൂർണ്ണമായും ശാന്തമായ സാഹചര്യമാണുള്ളത്. രജൌരിയിൽ വ്യോമമാർഗത്തിൽ ഡ്രോണുകൾ നിരീക്ഷിക്കപ്പെട്ടിരുന്നു. അത് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള ഷെൽ ആക്രമണമോ വെടിവെപ്പോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും മേഖലകളിൽ പൂഞ്ചിലോ രജൌരിയിലോ കുപ്വാര, ബാരാമുള്ള, ഉറി തുടങ്ങിയിട്ടുള്ള നിയന്ത്രണ രേഖയിലൊന്നും അപായ സൈറൻ മുഴങ്ങിയതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. നിലവിൽ സാംബ, അഗ്നൂർ, ആറസ്പുര തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഡ്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. അതും അന്താരാഷ്ട്ര അതിർത്തി കടക്കുമ്പോൾ തന്നെ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ആ ഡ്രോണുകളെ തകർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലായിരിക്കും സൈന്യം ഇതിന് പ്രതികരണം നടത്തുക എന്നുള്ളത് നോക്കിക്കാണുന്നതാണ്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു വലിയ പ്രകോപനത്തിന്റെ ഷെല്ലാക്രമണവും ഡ്രോൺ വഴിയുള്ള ആക്രമണവും ഉൾപ്പെടെ ഈ രാത്രിയുടെ മറവിൽ പാതിരാത്രിയിൽ പാകിസ്ഥാൻ നടത്തുമോ എന്നുള്ളത് നോക്കിക്കാണുന്നതാണ്. എന്ത് പ്രകോപനം ഉണ്ടായാലും നേരിടാൻ നിലവിൽ ഭാരതത്തിന്റെ സൈന്യം സജ്ജമാണ്. പൂഞ്ച് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര അതിർത്തിയോട് ഏറ്റവും അടുപ്പിക്കാവുന്ന ഈ ദിവസവും ആളുകളെ തിരിച്ചുവിട്ടിട്ടില്ല. കാരണം കഴിഞ്ഞ രാത്രി പൂർണ്ണമായും ശാന്തമായതോടെ ആളുകളെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ വേണമോ എന്നൊരു ആലോചന ഇന്നാണ്. പക്ഷേ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടും ഒപ്പം സൈന്യത്തിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്തും ആളുകളെല്ലാം തന്നെ സുരക്ഷാ കേന്ദ്രങ്ങളിലും ബങ്കറുകളിലും മറ്റ് പ്രദേശങ്ങളിലും ബന്ധുവീടുകളിലും ജമ്മു ഉൾപ്പെടെ സുരക്ഷിതമായിട്ടുള്ള നഗരപ്രദേശങ്ങളിലേക്കും മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത ജാഗ്രതയാണ്. സൈന്യം പ്രതിരോധ നിര കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചാണ് ഇത്തരത്തിൽ വീണ്ടും പ്രകോപനവുമായി ഇനിയും തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിവർന്നു നിൽക്കാനുള്ള ശേഷിയില്ലാത്ത പാകിസ്ഥാൻ വീണ്ടും അതിർത്തിയിൽ ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഭാരതത്തിന്റെ ക്ഷമയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. കരാറുകൾക്ക്, വാക്കാലുള്ള പ്രഖ്യാപനങ്ങൾക്ക്, ഡിജിമോ തലത്തിലുള്ള ചർച്ചയിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് പാകിസ്ഥാൻ സ്വീകരിക്കുമ്പോൾ
ഭാരതത്തിൻ്റെ സൈന്യം നോക്കി നിൽക്കില്ല, കണ്ടു നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് തന്നെയാണ് ആകാശത്ത് വെച്ച് തന്നെ ഇതിനെ പ്രതിരോധിച്ച് നിർവീര്യമാക്കുന്ന രീതിയിലേക്ക് സൈന്യത്തിൻ്റെ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഒരു ഷെല്ലാക്രമണവും ഒരു ഡ്രോൺ ആക്രമണവും ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വീഴില്ല, ഒരു ജീവനും കവർന്നെടുക്കില്ല എന്നുള്ള അവർ നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈന്യം തക്കതായ കൃത്യമായ മറുപടി തന്നെയാണ് നൽകുന്നത്. എങ്കിലും രാത്രിയുടെ മറപറ്റിയുള്ള ഒരു അതിക്രമമാണ്, ചതിക്കുഴികളാണ് പാകിസ്ഥാൻ എന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ്, കരുതലിലാണ് രാജ്യം, അല്ലേ? തീർച്ചയായും അതീവ കരുതലിൽ തന്നെയാണ് രാജ്യവും ഒപ്പം നമ്മുടെ സായുധ സേനകളും ഉള്ളത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രകോപനം, ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിനും അതിനുശേഷമുള്ള തുടർച്ചയായിട്ടുള്ള പ്രകോപനം പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപും വെടിനിർത്തൽ ധാരണകൾ, കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ പ്രകോപനങ്ങളെ നമ്മുടെ സൈന്യം വളരെ കൃത്യമായി നേരിട്ടിരുന്നു. നിലവിൽ അത് ഉൾപ്പെടെ ജനവാസ മേഖലകളിൽ വലിയ പ്രകോപനം പാകിസ്ഥാൻ സൃഷ്ടിച്ചതിന് പിറകെയാണ് അതിശക്തമായ തിരിച്ചടി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഏതായാലും രാജ്യം കനത്ത സുരക്ഷയിലും കൂടാതെ കരുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സായുധ സേനകൾ, കര, വ്യോമ, നാവിക സേനകൾ അതിശക്തമായിട്ടുള്ള പ്രതിരോധ നിര ശക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അതിരുവിട്ട പ്രകോപനം ഉണ്ടായാൽ അടിച്ചു തകർക്കാൻ സമുദ്രാതിർത്തിയിൽ നമ്മുടെ യുദ്ധ കപ്പലുകൾ, അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വഹിക്കുന്ന കപ്പലുകൾ അതിർത്തി മേഖലകളിൽ സജ്ജമാണ്. ഈ നിമിഷം വരെ യുദ്ധക്കപ്പലുകളുടെ ഭാഗത്തുനിന്ന് സമുദ്രാതിർത്തിയിൽ പ്രതിരോധമല്ലാതെ മറ്റൊരു മുൻ നടപടികൾ അല്ലെങ്കിൽ മുൻപോട്ടുള്ള ആക്രമിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടില്ല. വ്യോമാക്രമം തന്നെ താങ്ങാനാകാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാനിലെ നിരവധി പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള വ്യോമ താവളങ്ങളുടെ റൺവേകൾ ഉൾപ്പെടെ ഭാരതം മിസൈൽ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഭരണ നേതൃത്വം വെടിനിർത്തലിന് വേണ്ടി ഭാരതത്തോട് യാചിക്കുകയും അതിനനുസൃതമായ വെടിനിർത്തൽ ഭാരതം അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ, പാകിസ്ഥാന്റെ ഒരു വിഭാഗം സൈനിക ഉദ്യോഗസ്ഥർ, ISIയും കൂടാതെ ഭീകരരും ചേർന്നുകൊണ്ടാണ് അതിർത്തിയിൽ ഇത്തരത്തിൽ ഭാരതത്തെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആറപ്പുരയിലും സാംബയിലും അഗ്നൂറിലും രജൌരിയിലും ചില മേഖലകളിലും വ്യോമാതിർത്തിയിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആ ഡ്രോണുകൾ വളരെ വിജയകരമായി 101% വിജയകരമായി ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുണ്ട്. മറ്റ് പ്രകോപനങ്ങൾ ഈ തരത്തിൽ ഈ ഡ്രോണുകൾ തകർത്തതിന് ശേഷം ഇതുവരെ ഈ ഒരു സമയം കഴിഞ്ഞ ഒരു അരമണിക്കൂറിന് ശേഷം മറ്റ് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതും അല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ ഷെല്ലാക്രമണം ഉൾപ്പെടെയുള്ള പ്രകോപനങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജമ്മുകാശ്മീരിലെ സാംബയിലും രജൌരി, അഗ്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലും വീണ്ടും പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അമൃത്സർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ ബ്ലാക്ക് ഔട്ടാണിപ്പോൾ. ഡൽഹി അമൃത്സർ വിമാനം, ഇൻഡിഗോ വിമാനം ഡൽഹിയിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്.